രാവിലെ നമുക്കൊന്ന് കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ കടയുള്ളത് കൊണ്ട് എളുപ്പമായല്ലോ. അങ്ങനെ ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് പിച്ചൂട്ടനും ദേവൂട്ടനും എഴുന്നേറ്റ് അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കടയിൽ പോകാമെന്ന് കേട്ടപ്പോഴേ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ പോന്നു കേട്ടോ. കടയിൽ പോരുന്നതൊക്കെ കൊള്ളാം, മുട്ടായി ഒന്ന് വാങ്ങുവല്ലെന്ന് പറഞ്ഞു. എന്നാലും ലൈസൊക്കെ വാങ്ങി സന്തോഷത്തിന് വരും കേട്ടോ. ഈ ഓട്ട ആ സന്തോഷത്തിനല്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഓടി കേട്ടോ. ഓടി ഒരു വിധത്തിൽ വീട്ടിൽ വന്നു. ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് അമ്മ ദേ രാവിലെ പാലപ്പമൊക്കെ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പാലപ്പം അതുപോലെ ബീഫ് കറിയായിരുന്നു. പക്ഷെ ഞാൻ പാലപ്പം വേറെ ഒരു ഇത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. മഴ ഇങ്ങനെ പെയ്യും നിൽക്കും. രാത്രി തൊട്ടേ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് ബീഫ് കറി കൂട്ടിയല്ല ഞാൻ കഴിക്കാൻ പോകുന്ന തേങ്ങാപ്പാൽ കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാലിന് ചെറിയൊരു മധുരമല്ലേ കാണുള്ളൂ, ഒരുപാട് മധുരം വരില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് തേങ്ങാപ്പാലിൻ്റെ ആ മധുരവും ഈ പഞ്ചസാരയും കൂടെ ആകുമ്പം നല്ലൊരു മധുരമാകുവേ. ഇത് പുതിയ കോമ്പിനേഷനൊന്നും അല്ലെന്നറിയാമെങ്കിലും ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ പറയും നല്ല ടേസ്റ്റാണ്. ഞാനും പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് പാലപ്പൊക്കെ എടുത്ത് തേങ്ങാപ്പാലിലൊക്കെ മുക്കി കഴിക്കും കേട്ടോ. നല്ല രുചിയാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ഞായറാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എല്ലാം പതുക്കെയാണ് ചെയ്യുന്നത്. വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം. ഇനി ഒരു പയറുതോരൻ വെക്കണം കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് ബീഫുണ്ട്. വൻപയർ തോരനാണ് വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ അതുപോലെ അത് തന്നെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. കുറച്ച് കാന്താരി മുളകൊക്കെ എടുത്തു, അതൊക്കെ ഒതുക്കി പയർ തോരനാക്കിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഒരു രക്ഷയിലായിരുന്നു, ഭയങ്കര മഴ. അപ്പോൾ അങ്ങനെ സൺഡേ നമ്മുടെ ദേവൂട്ടൻ്റെ ലഞ്ച് ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ദേവൂട്ടൻ്റെ ലഞ്ച് ബോക്സൊക്കെ പോയി. അവനത് തുറന്നും പിടിച്ചു ഒക്കെ അതിൻ്റെ സൈഡിലത്തെ ഇതൊക്കെ അങ്ങ് പോയി. അപ്പോൾ പുതിയ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. അങ്ങനെ അത് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലഞ്ച് ബോക്സ് എടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാട്ടോ. നമ്മളെ കൊണ്ടൊന്നും പിടിപ്പിക്കത്തില്ല, കാണിക്കത്തില്ല. ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കറിയൊക്കെ കൊണ്ടുപോകാൻ ഒരു കുഞ്ഞി പാത്രമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ചോറ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആ സ്പൂണ് തന്നുവിടണമെന്നൊക്കെയാണ് പറയുന്നത്. അതിന് കോരി തിന്നാൻ അതിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തെ ഊണിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് വൈകുന്നേരം ചായ തിളപ്പിക്കുവാണ്. അപ്പോഴും ഇങ്ങനെ മഴ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല മഴയുള്ളപ്പോൾ തന്നെ ഐസ്ക്രീം കഴിക്കണം, സൂപ്പറല്ലേ. അപ്പോൾ വൈകുന്നേരം നമുക്കിന്ന് എന്താ പറയുന്ന ഒരു ഐസ്ക്രീം സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം സാൻഡ്വിച്ചൊക്കെ എല്ലാവരും അതുമൊക്കെ കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.